എല്ലാവർക്കും നമസ്കാരം. ബസൂക്ക കണ്ടിരിക്കുകയാണ്, നമ്മുടെ മമ്മൂട്ടിയുടെ ബസൂക്ക. അപ്പോ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടോ ഞാൻ വന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ബസൂക്കയുടെ കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത് നോക്കാം. ബസൂക്ക പൊട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ലേ. ഞാൻ കണ്ടപ്പോഴേ തിയേറ്ററിന്റെ അവസ്ഥ എന്തായിരുന്നു നിങ്ങൾക്ക് അറിയണോ? ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടാ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അത് ഞാൻ പറയാം. ഫോട്ടോ എടുത്ത് എനിക്ക് കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊരു മോശം കാര്യമാവുന്നു ഉള്ളത് കൊണ്ട് ഞാൻ കാണിച്ചില്ല. അപ്പൊ നമുക്ക് നോക്കാം. ബസൂക്ക എന്ന് പറയുന്നത് ഒരു പേരാണ്, അതിന് പ്രത്യേക അർത്ഥമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളതും അതേപോലെ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതും ഡീനോ ഡേവിസ് ആണ്. അതാരാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഡോൾവിൻ കുര്യാക്കോസ്, ജിനൂവി എബ്രഹാം, വിക്രം മെഹ്റ, സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ എന്നിവരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റാറിംഗ് മമ്മൂട്ടി, ഗൗതം വാസുദേവ് മേനോൻ ആൻഡ് നൗഷാദ് മുഹമ്മദ്. സിനിമോട്ടോഗ്രാഫി നിമിഷ് രവി, റോബി വർഗീസ് രാജ്. എഡിറ്റഡ് ബൈ നിഷാദ് യൂസഫ്, പ്രവീൺ പ്രഭാകർ. മ്യൂസിക് സയ്യിദ് അബ്ബാസ്. പ്രൊഡക്ഷൻ കമ്പനീസ് തിയേറ്റർ ഓഫ് ഡ്രീംസ്, യോഡ്ലി ഫിലിംസ്, സരിഗമ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ക്യാപിറ്റൽ സിനിമ. റിലീസ് ചെയ്തത് 10 ഏപ്രിൽ 2025. ടോട്ടൽ ഈ പടത്തിന്റെ ടൈം എന്ന് പറയുന്നത് 151 മിനിറ്റ്സ് ആണ്. ഓക്കെ, ഒരു ബോക്സ് ഓഫീസിലൊക്കെ ഒരു 15 കോടിയൊക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ. അപ്പോൾ ഓക്കെ, പടത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയാം. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് പറയാം. ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ പലരും വളരെ മോശമായിട്ടൊക്കെ പറയുന്നത് ഞാൻ കേട്ടു, പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ അതുപോലെ തന്നെ ഫൈറ്റ് സീക്വൻസും ഒക്കെ നല്ലതൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, നോ ഇഷ്യൂസ് അറ്റ് ഓൾ. ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഫൈറ്റേഴ്സ്, ഷോട്ട്സ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പടം എല്ലാവരും പറയുന്ന പോലെ അത്രയ്ക്കൊരു ആവറേജ് എബോ ആവറേജ് മൂവി ആണ്. ശരിക്കും എല്ലാവരും പറയുന്നത് കൊള്ളില്ല എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ ഒരു എബോ ആവറേജ് മൂവിയാണ്. 1 ടൈം തിയേറ്റർ വാച്ച് എന്തായാലും ഈ പടത്തിനുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ പോലത്തെ ഒരു ആൾ ഈ ക്യാരക്ടർ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ഓക്കെ, അത്രയ്ക്കൊന്നും വേണ്ടായിരുന്നില്ല. ഒരു ന്യൂജൻ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ കുറച്ചും കൂടി ഇതായിട്ട് നിന്നേനെ. ബട്ട് അവർ അത് ചെയ്യാനും കാണിച്ച ധൈര്യം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റും. അപ്പോൾ പടത്തിലേക്ക് വരാം. നമ്മൾ ആദ്യം തന്നെ പടം എഴുതി കാണിച്ച് പടത്തിന്റെ പരിപാടികളൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇന്നാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പടം എനിക്ക് ഒരുപാട് വർക്കൗട്ട് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സസ്പെൻസ് ത്രില്ലേഴ്സ് എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓക്കെയാണ്. മമ്മൂട്ടീനെ കൊണ്ട് അവർ എന്ത് ചെയ്യിപ്പിച്ചു എന്നാന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അത് ഓൾമോസ്റ്റ് ഒരു ഓക്കെ പടം പോലെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനീഷ്യൽ സ്റ്റേജ് അത് തുടങ്ങുന്നത്, പിന്നെ അതിലേക്ക് കടയിലേക്ക് ഇന്നാവുന്നതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ്സിലുള്ള കുറേ സംഭവങ്ങളാണ്. അതിൽ കുറേ ക്രിഞ്ചും കുറച്ച് ലാഗൊക്കെ ഉണ്ട്. പിന്നെ ക്ലൈമാക്സ് പോർഷൻ എല്ലാവരും പറയുന്നു ക്ലൈമാക്സ് 20 മിനിറ്റാണ് തകർത്ത് പൊളിച്ചെന്നുള്ളത്. പക്ഷെ എനിക്ക് ക്ലൈമാക്സിനേക്കാൾ ഇഷ്ടമായത് എനിക്ക് ഇൻട്രോയിൽ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഇൻട്രോയിൽ വരെയുള്ള പോർഷൻസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ക്ലൈമാക്സ് ഒന്നും എനിക്ക് അത്ര വർക്കൗട്ട് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു രസമായില്ല. ഓക്കെ, എനിവേ ഇതൊരു ഗെയിം ബേസ്ഡ് റോബറി പരിപാടിയാണ്. അതായത് ന്യൂജൻ പിള്ളേർ ഗെയിം കളിക്കുന്നു, ആ ഗെയിമിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റോബറി പരിപാടിയാണ്. അത് ഇങ്ങനെ ഓരോ ലെവലായിട്ട് മുന്നോട്ട് പോകുന്നതാണ് പരിപാടി. അപ്പോൾ ആ ഗെയിമിനെ ബേസ് ചെയ്തിട്ടാണ് കഥ കംപ്ലീറ്റ് പോകുന്നത്. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും, ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ മസ്റ്റ് 1 ടൈം തിയേറ്ററിലേക്ക് വായിച്ചാണ്. പിന്നെ മമ്മൂട്ടീനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചില്ലായിരുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും പുതിയ പിള്ളേരൊക്കെ ആയിരുന്നെങ്കിൽ അടിപൊളിയാണ്, നോ ഇഷ്യൂസ്. അത്ര എന്താ പറയുക, ഇപ്പം ജിംഖാന കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥയിലൊരു കണക്ഷൻസ്, ഭയങ്കര ക്രിഞ്ച് പരിപാടികൾ എൻജോയ് ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ബെറ്റർ ജിംഖാനേക്കാൾ ഒരുപടി മോഡൽ തന്നെയാണ് ബസൂക്ക കേട്ടോ. ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ മമ്മൂട്ടിയുടെ ഒരു ഹാർഡ് കോർ ഫാനൊന്നുമല്ല, പക്ഷെ എനിക്ക് മമ്മൂട്ടീനെ ഇഷ്ടമാണ്. വലിയേട്ടൻ മുതൽ ഞാൻ മമ്മൂട്ടിയുടെ കാണാത്ത പടങ്ങളൊന്നുമില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് മമ്മൂട്ടീനെ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ബേസിക്കലി ഐ എം എ ലാലേട്ടൻ ഫാൻ. എമ്പുരാനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇവിടെ ഇടുന്നുണ്ട്, നിങ്ങളൊന്ന് കേട്ടോളൂ കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണും കേട്ടോ. ഞാൻ തിയേറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ, തിയേറ്ററിന് എന്താ സംഭവിച്ചതെന്നറിയോ? ഞാൻ സത്യത്തിൽ 2 പേരുണ്ടായിരുന്നുള്ളൂ. മാക്സിലാണ് കണ്ടത്, ദുബായിൽ മാക്സിലാണ് കണ്ടത്. 2 പേരുണ്ടായിരുന്നുള്ളൂ.
2 പേര് ഞാൻ സെൻറ്ററിൽ ഇരുന്നിട്ടാണ് കണ്ടത്. ഞാൻ എൻജോയ് ചെയ്ത് പടം. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പറ്റ മോശമൊന്നും പറയാനില്ല. നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നല്ല സീക്വൻസൊക്കെ ഉള്ളൊരു സിനിമയാണ്. 1 ടൈം വാച്ചാണ്. അത്ര ഗംഭീരം എന്നൊന്നും പറയാനില്ല. മമ്മൂട്ടിയുടെ ഒരു സ്വാഗും പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഗൗതം വാസുദേവ് മേനോൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. പിന്നെ ഇതിനകത്ത് വന്ന പല ക്യാരക്ടറുകളുണ്ട്. അത് അവർക്ക് എന്താ പറയുക, അവരുടെ ഭാഗം അവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മേജറായിട്ട് പറയാനുള്ളത് മമ്മൂട്ടി, ഗൗതം വാസുദേവ മേനോൻ, പിന്നെ അതുപോലെ തന്നെ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ആ പെൺകുട്ടിയുടെ പേര് എനിക്കറിയില്ല, അവൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ പയ്യൻ്റെ പേരെന്തായിരുന്നു, സോറി ഞാൻ മറന്നുപോയി കേട്ടോ. അവൻ നല്ലൊരു ആക്ടറായിരുന്നു. അവൻ്റെ പേര് മുഹമ്മദ് നൗഷാദ് മൊണ്ടമ്മേൽ. നൗഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള പയ്യനുണ്ടല്ലോ, അവനും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്രിഞ്ചും അവൻ്റെ പരിപാടിയൊന്നുമില്ല. അവനൊരു ന്യൂജൻ ടെക്കിയായിട്ടാണ് വരുന്നത്. അവനും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം സത്യം പറയണം, ഒരാളെങ്കിലും ഇതിനകത്ത് പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. ഞാൻ ഈ പടത്തിന് ഓക്കെയാണ് പറയുന്നത്. ഓക്കെ, ലൈക്ക്. ഓക്കെ, അപ്പോൾ കണ്ടിട്ടുള്ളവരൊന്ന് പറയണേ. എനിക്ക് തന്നെ ഭയങ്കര ഒരു ആഗ്രഹമാണ് ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാനപ്പോൾ ഇന്ന് മരണമാസം കൂടി കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പറയാം. അപ്പോൾ ബൈ.